മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമ്മളിന്ന് സംസാരിക്കുന്നത് IFCI എന്ന് പറയുന്ന സ്റ്റോക്കിനെ കുറിച്ചാണ്. നമുക്കറിയാം, വളരെ ചെറിയ പൈസയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ് മിക്കപ്പോഴും നമ്മൾ പറഞ്ഞു വരുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ ഒരു അണ്ടർലൈൻ ചെയ്ത് പറയാറുണ്ട്, നമ്മൾ നല്ല ഫ്ലക്ച്വേഷൻ വരുന്ന, നല്ല ലിക്വിഡിറ്റി ഉള്ള ഒരു സ്റ്റോക്കിനെ മാത്രമേ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ വാങ്ങി വിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത പൈസ ഒരുപാട് ദിവസത്തേക്കോ ഒരുപക്ഷെ ഒരു വർഷത്തേക്കൊക്കെ നമ്മളവിടെ ഡബ്ബായി കിടക്കും, അഥവാ ഡെഡ് മണി ആയിട്ട് കിടക്കേണ്ടി വരും. ഏതായിരുന്നാലും ഈ സ്റ്റോക്കിൻ്റെ പ്രത്യേക അല്ലെങ്കിൽ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. 85 രൂപ 73 പൈസയാണ് IFCI എന്ന് പറയുന്ന സ്റ്റോക്ക് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അഥവാ 3.42 അഥവാ 3 രൂപ 42 പൈസ അധികമായിട്ടാണ് പോസിറ്റീവ് സൈഡ് വന്നിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ശതമാന കണക്ക് പറയുകയാണെങ്കിൽ 4.16% പോസിറ്റീവ് സൈഡിൽ ക്ലോസ് വന്നിട്ടുണ്ട്. അതുപോലെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടുഡേ ലോ വന്നിട്ടുള്ളത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാകുമ്പം ജൂൺ മാസം 21-ാം തീയതിയാണ്. വെള്ളിയാഴ്ച ക്ലോസ് ആയിട്ടുള്ള കണക്കാണ് ഇവിടെ പറയുന്നത്. ടുഡേ ലോ വന്നിട്ടുള്ളത് 82 രൂപ 70 പൈസയും ടുഡേ ഹൈ പോയിട്ടുള്ളത് 87 രൂപ 98 പൈസയും. ഇത് നമുക്ക് കാണുമ്പം 5 രൂപയുടെ ഒരു വലിയൊരു വർധനവ് നമുക്ക് കാണാൻ പറ്റും. ഇൻട്രാഡേ എടുക്കുന്ന ആളുകൾക്ക് വളരെ കൃത്യമായിട്ടൊരു 3 രൂപയ്ക്കെല്ലാം വിറ്റ്, അല്ലെങ്കിൽ ആദ്യം വാങ്ങിച്ച് പിന്നെ 3 രൂപ ഡിഫറൻസിൽ വിൽക്കാനുള്ള ഒരു ചാൻസ്, 5 രൂപയുടെ ചാൻസ് തന്നിട്ടുണ്ടെങ്കിൽ പോലും 3 രൂപ നല്ല സെക്യൂറായിട്ടുള്ള ഒരു സേഫ് സോണായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വാങ്ങിച്ച് വിൽക്കുന്ന ഒരുപാട് ആളുകൾക്ക് നല്ല പ്രോഫിറ്റ് ഇത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എൻട്രാഡ വളരെ അപകടമാണ് എന്നതുകൂടി നമ്മളിതിൻ്റെ കൂടെ വായിക്കേണ്ടതാണ്. ഇത് അനലിസ്റ്റ് അല്ല, അതുകൊണ്ട് തന്നെ ഈ പുതിയൊരു തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ പുതിയൊരാളെ കണ്ടിട്ട് മാത്രം എടുക്കാവുള്ളൂ. നെക്സ്റ്റ് 52 വീക്ക് ലോ വന്നിട്ടുള്ളത് 46 രൂപ 23 പൈസയാണ്. 52 വീക്ക് ഹൈ 95 രൂപ 80 പൈസ വരെ പോയിട്ടുണ്ട്. ആ കണക്കിന് ഇനിയും കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ചാർട്ടിൽ കണ്ടത് പ്രകാരം തോന്നുന്നുണ്ട്. പേഴ്സണൽ ഒപ്പീനിയനാണ്, അത് നിങ്ങൾ സ്വന്തമായി വിലയിരുത്തുകയും കൂടി ചെയ്യണം. ഇനി കമ്പനിയുടെ ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 23,109 കോടി രൂപയാണ്. PE റേഷ്യോ TTM ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ 53.27, PB റേഷ്യോ 2.58, ഇൻഡസ്ട്രി PE റേഷ്യോ 19.47, ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.39 ROE 2.02%. ROE മീൻസ് റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്നാണ്. EPS TTM ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ 1.61, ഡിവിഡൻഡ് ഈൽഡ് 0, ബുക്ക് വാല്യൂ 33.20, ഫേസ് വാല്യൂ 10 രൂപയുമാണുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റവന്യൂ ആൻഡ് പ്രോഫിറ്റ് ആണ്. നിങ്ങൾ ചാർട്ടിൽ കാണുന്നത് ഗ്രേ കളറിലുള്ളത് റവന്യൂവും ഗ്രീൻ കളറിലുള്ളത് പ്രോഫിറ്റുമാണ്. നെക്സ്റ്റ് ഫസ്റ്റ് 2025 ക്വാർട്ടറിലെയാണ് നമ്മൾ നോക്കുന്നത്. 2025 മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം റവന്യൂ 416 കോടി രൂപയും പ്രോഫിറ്റ് സൈഡ് 260 കോടി രൂപയാണുള്ളത്. ജൂൺ ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം 445 ക്രോറ് റവന്യൂ അവർക്ക്, അഥവാ 6.96% പോസിറ്റീവായിട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ പ്രോഫിറ്റിൻ്റെ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ 62.43 കോടി രൂപ നെഗറ്റീവായിട്ട് ലോസായിട്ടാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് 2025 സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം തിരക്കേടില്ലാത്ത ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. റവന്യൂ സൈഡ് നോക്കുകയാണെങ്കിൽ 752 കോടി രൂപയാണ് അവരുടെ റവന്യൂ എന്ന് പറയുന്നത്, അഥവാ 69.09% വർധനവുണ്ട്. പ്രോഫിറ്റിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ 317 കോടി രൂപ വളരെ വലിയ പ്രോഫിറ്റ് അവർക്ക് ബുക്ക് ചെയ്യാൻ പറ്റി. മുൻപത്തെ മാസത്തേക്കാൾ 408.46% പോസിറ്റീവ് സൈഡ് പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഡിസംബർ 2025 ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ കാണുന്നത്. 467 കോടി രൂപ നഷ്ടത്തിലാണ്, അഥവാ മൈനസിലാണുള്ളത്, അഥവാ 37.96% ലോ ലെവലിലേക്ക് പോയിട്ടുണ്ട്. 20.82 എന്ന് പറയുന്ന ക്രോറാണ് അവർക്കുണ്ടായിരുന്നത്. മുൻ മാസത്തേക്കാൾ 93.44% ലോ ലെവലിലേക്ക് പോയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് 2026 മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം എന്താണെന്നുള്ളത് നോക്കാം. റവന്യൂ സൈഡ് നോക്കുകയാണെങ്കിൽ 471 കോടി രൂപ, മുൻ മാസത്തേക്കാൾ വലിയ രൂപത്തിലൊരു ഇൻക്രിമെൻറ്റ് എന്ന് പറയാൻ പറ്റും. അത്രയും ലോ ലെവലിലായിരുന്നു മുമ്പത്തെ ക്വാർട്ടർ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് റിക്കവറി ചെയ്തിട്ടുണ്ട്. 0.84% റിക്കവറി ആയിട്ടുണ്ട്. അതേപോലെ പ്രോഫിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 34.06 ക്രോറാണ്. പക്ഷേ മുമ്പത്തെ മാസത്തെ ക്വാർട്ടറിനെ അപേക്ഷിച്ച് 63.59% ലാഭവിഹിതം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്.
അതേപോലെ മറ്റൊന്ന് ഫിനാൻസ് സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി ഷെയറിംഗ് പാറ്റേൺ, ഈ കമ്പനിയുടെ ഷെയർ ആരൊക്കെയാണ് സൂക്ഷിക്കുന്നതെന്ന് നോക്കാം. കാരണം സാധാരണമായി നമ്മൾ പറയാറുണ്ട് ഈ ഒരു കമ്പനി ആരൊക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് നോക്കിയാൽ തന്നെ ഒരുവിധം അതിൻ്റെ ലക്ഷണം മനസ്സിലാകുമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എല്ലാ കാലത്തും എല്ലാ കമ്പനിയിലും അതത്ര കണ്ട് എഫക്റ്റീവ് ആകാറില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ അഥവാ ഈ കമ്പനിയുടെ ഓണേഴ്സിൻ്റെ കയ്യിൽ 72.57% ഉണ്ട് എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷവും ഈ ഓഹരികൾ അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ഈ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാണുള്ളത്. റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ വളരെ ചുരുങ്ങിയ രൂപം 23.13% കാണുന്നുള്ളൂ. അഥവാ അവരുടെ കയ്യിൽ അത്ര കണ്ടിട്ട് റീറ്റെയിലേഴ്സ് അഥവാ നമ്മളെപ്പോലത്തെ ആളുകൾക്ക് അത് വിൽക്കാനും വാങ്ങിക്കാനുള്ളൊരു ഘട്ടം, അത്ര ഹോൾഡിങ് അല്ല, അത്ര ലിക്വിഡിറ്റി നമുക്കവിടെ കാണാൻ കഴിയുള്ളൂ എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. കാരണം 23.13% റീറ്റെയിലർക്ക് അവർക്ക് കച്ചവടം ചെയ്യാൻ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം അവരവിടെ തന്നെ വെച്ചിരിക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ അഥവാ ഫോറിൻസിൻ്റെ കയ്യിലുള്ളത് 2.65% ആണ്. അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലുള്ളത് 1.51%, മ്യൂച്വൽ ഫണ്ടുകാരെടുത്ത് 0.14%. ഇത് പറയുമ്പോൾ നമുക്കറിയാം ഒരു പേരിന് മാത്രമായിട്ടാണ് മ്യൂച്വൽ ഫണ്ടുകാർ സൂക്ഷിക്കുന്നുള്ളൂ. അത് മ്യൂച്വൽ ഫണ്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് ടോളറൻസ് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. ഈ ഒരു ഫിഗർ വളരെ ചെറിയൊരു ഫിഗറാണെങ്കിൽ പോലും അവർ മ്യൂച്വൽ ഫണ്ടുകാർ ഇതിലും കൈവച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും. അത്രയേ ഉള്ളൂ. അപ്പോൾ ആക്ച്വലി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് പുതുമയോടുകൂടെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് എന്ന് പറയുന്നത് അനന്ത സാധ്യതയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുന്ന ആളുകൾക്ക് വളരെ വലിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കാതെ എടുത്തോ പിടിച്ചോ എന്ന് പറയുന്ന രീതിക്ക് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തത്തിൻ്റെ ഒരു ദിവസത്തിലേക്കുള്ള നടന്നു കയറ്റമായി മാറുകയും ചെയ്യും. കാരണം ഇവിടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ആർക്കും ഒരു സിമ്പതിയും കാണിക്കാത്തൊരു സംഭവമാണ്. നമ്മുടെ ക്യാഷ് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നമ്മുടെ കണ്ണിൽ മുന്നിൽ നിന്ന് കാണുമ്പോൾ സങ്കടപ്പെടാനല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം കാലെ കൂട്ടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മാർക്കറ്റിൽ ഇടപെടുക. ബിഗിനേഴ്സിനോട് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇനി എക്സ്പേർട്ടായ ആളുകളെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അവരുടെ സഹായം കൂടി നിങ്ങൾ വാങ്ങിക്കുക. കാരണം നമ്മുടെ ഹാർഡ് ആൻഡ് മണിയാണ് ഇതിലേക്ക് പരീക്ഷണത്തിന് വേണ്ടി വെക്കുന്നത് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകണം. എന്താണെങ്കിലും കൃത്യമായ ഒരു ചുവടുവെപ്പോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു വലിയൊരു ഗ്രോത്ത് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുണ്ടാകും. അത് ഒരുപാട് അനുഭവങ്ങൾ പലർക്കുമുണ്ട്. എന്നാൽ നേരെ തിരിച്ചും ഒരുപാട് കഷ്ടപ്പാടുകൾ, വലിയ രൂപത്തിലുള്ള കണ്ണീർ കഴങ്ങളൊക്കെ ആയതും നമ്മുടെ മാർക്കറ്റിൽ നിന്ന് പലർക്കും ഉണ്ടായിട്ടുണ്ട്. രണ്ടും ഇതേ മാർക്കറ്റാണെന്ന് മനസ്സിലാക്കുക. ഇനി എങ്ങാനും നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോകുമ്പം അപകടമാണെന്ന് മനസ്സിലാക്കിയ കൂടുതൽ നഷ്ടത്തിന് നമ്മൾ നിൽക്കാതെ അത് കാര്യങ്ങളൊക്കെ വൈൻഡപ്പ് ചെയ്ത് പുതിയതിനെ തേടി പിടിക്കുക. കാരണം ഒരുപാട് സ്റ്റോക്കുകൾ നമ്മുടെ മാർക്കറ്റിലുണ്ട്. കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. ഞാൻ അനലിസ്റ്റ് അല്ല, അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് സാധാ നമ്മുടെ ചാനലിൽ വരിക ഓരോ കമ്പനിയുടെയും സ്റ്റാറ്റസ് അഥവാ കറൻ്റ്ലി സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ പരമ്പരയാണ്. താല്പര്യമുള്ളവർ കൂടെ കൂടുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ല ദിനങ്ങൾ ആശംസിക്കുന്നു. വിഷ് ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.